ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം. ഇന്നലത്തേതിൻ്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ 4 വരികൾ ആദ്യമായിട്ട്. അവ ഇങ്ങനെയാണ്: അവനവനി നിനക്കു ജീവനാഥൻ ഭുവനജനാർത്തിഹരൻ ഭുജംഗശായി അവനുടനികിടെ ഗമിക്കിടോ നാം അവശത തീരും അവൻ്റെ സന്നിധാനാൽ. വ്യാഖ്യാനം: അല്ലയോ ഭൂമി, അനന്തനാകുന്ന മെത്തയിൽ പള്ളികൊള്ളുന്ന ആ മഹാവിഷ്ണു നിന്റെ ജീവവല്ലഭനാണ്. ലോകത്തിലുള്ള ജനങ്ങളുടെ ദുഃഖത്തെ കളയുന്ന ആളുമാണ്. അതിനാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ ദുഃഖം ഇല്ലാതാകും. ഇനി അടുത്ത 4 വരികൾ: അമരപതിയുമിന്ദു ചൂടനും മറ്റമരജനങ്ങളും ആസ്തയോട് ഞാനും അനലനനിലനും വസുക്കളിട്ടും പുനരുപദേവകളും ഗമിക്ക വേണം. ഒന്നുകൂടി വായിക്കാം. അമരപതിയുമിന്ദു ചൂടനും മറ്റമരജനങ്ങളും ആസ്തയോട് ഞാനും അനലനനിലനും വസുക്കളിട്ടും പുനരുപദേവകളും ഗമിക്ക വേണം. വ്യാഖ്യാനം: ഇന്ദ്രനും ശിവനും മറ്റു ദേവന്മാരും ഞാനും അഗ്നിയും വായുവും അഷ്ടവസുക്കളും ഇതുകൂടാതെ ഉപദേവന്മാരും കൂടി പോകണം. ഇനി അടുത്ത 4 വരികൾ: പരിചൊടുബത പാൽക്കടൽക്കു മധ്യേ പരമുരകപ്പെരുമാളെ മെത്തയാക്കി പരമസുഖരസേന പള്ളികൊള്ളും പരമപുമാനെ വണങ്ങുവാൻ നടപ്പിൻ. പാൽക്കടലിൻ്റെ നടുക്ക് അനന്തനായ മെത്തയിൽ വളരെ സുഖത്തോടുകൂടി പള്ളി നിദ്ര ചെയ്യുന്ന മഹാവിഷ്ണുവിനെ വന്ദിക്കുന്നതിന് നിങ്ങൾ നടന്നാലും. താങ്ക് യു.